എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജാതി കേരളം നാടുകടത്തിയ മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസിയുടെ ജീവിത ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി ദളിതയായതിനാൽ താൻ അഭിനയിച്ച സിനിമ പോലും കാണാനാവാതെ നാട് വിട്ടോടേണ്ടി വന്നത് ചരിത്രമാണ്. ആ തിയേറ്റർ വരെ കത്തിച്ച കലാസാംസ്കാരിക പാരമ്പര്യമാണ് നമ്മുടേത്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട് ആമത്തറ വയലിന് സമീപം ഇപ്പോൾ അറിയപ്പെടുന്നത് കനക നഗർ എന്നാണ്. 1903 ഫെബ്രുവരി മാസം 10-നാണ് രാജമ്മയുടെ ജനനം. അക്കാലത്ത് നന്ദൻകോട് ആമത്തറ ഭാഗത്തെ ദളിതർ സംഘടിപ്പിച്ച ചേരമർ കലാർ സംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കാരശ്ശി നാടകങ്ങൾ അവർ അവതരിപ്പിച്ച് വന്നിരുന്നു. രാജമ്മ വളർന്നപ്പോൾ ഈ സമിതിയിലെ നടിയായി ചേർന്നു. കാക്കാരശ്ശി നാടകത്തിൽ കാക്കാത്തിയുടെ വേഷം കെട്ടുന്ന ആദ്യത്തെ സ്ത്രീയായിരുന്നു രാജമ്മ. അതുവരെ കാക്കാത്തിയുടെ വേഷം കെട്ടിയിരുന്നത് പുരുഷന്മാർ ആയിരുന്നു. ഇവിടെ നിന്നാണ് രാജമ്മ വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമയിലെ നായികയായി എത്തുന്നത്. ഉപജീവനത്തിനായി പുല്ല് ചെത്തി കെട്ടുകളാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു രാജമ്മയ്ക്ക്. 1927-28 കാലത്ത് വിഗതകുമാരന് അഭിനയിക്കാൻ പറ്റിയ ഒരു നായികയെ JC ഡാനിയേൽ അന്വേഷിക്കുക ആയിരുന്നു. അങ്ങനെ ട്രാവൻകൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ രാജമ്മ നായികയായി എത്തി. രാജമ്മയെ റോസിയായി ഡാനിയേൽ പുനർനാമകരണം ചെയ്തു. മൊത്തം 10 ദിവസത്തെ അഭിനയമായിരുന്നു റോസിക്ക് അന്ന് ഉണ്ടായിരുന്നത്. ദിവസം 5 രൂപ നിരക്കിൽ 10 ദിവസത്തെ അഭിനയത്തിന് 50 രൂപ കൂലിയായിരുന്നു റോസിക്ക് ലഭിച്ചത്. 1928 നവംബർ 7-ന് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രഥമ പ്രദർശനം നടത്തി. അന്നത്തെ പ്രഗത്ഭ വക്കീലായിരുന്ന മുള്ളൂർ S. ഗോവിന്ദപിള്ളയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ദളിതയായ റോസി പ്രദർശനം കാണാൻ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന ഡാനിയേൽ റോസിയെ ചിത്രം കാണാൻ ക്ഷണിച്ചതും ഇല്ല. സിനിമ കാണാൻ റോസി അതുകൊണ്ട് തന്നെ എത്തിയതും ഇല്ല. എന്നിട്ടും സിനിമയിൽ റോസിയുടെ കഥാപാത്രം വന്നതോടെ കാണികൾ അക്രമാസക്തരാകുകയും ശക്തമേറിയ കല്ലേറ് മൂലം സ്ക്രീൻ കീറിപ്പറഞ്ഞതോടെ വിഗതകുമാരന്റെ പ്രഥമ പ്രദർശനം അവസാനിപ്പിക്കേണ്ടതായി വന്നു. JC ഡാനിയേൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ നിന്നങ്ങോട്ട് റോസിയുടെ ജീവിതവും മാറിമറഞ്ഞു. 1928 നവംബർ 10-ന് സംഘടിച്ചു വന്ന സവർണ റൗഡിക്കൂട്ടം റോസിയുടെ കുടിലിന് തീയിടുകയും റോസിക്കും കുടുംബത്തിനും ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. റോഡിലൂടെ വന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് രക്ഷിക്കണേ എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് റോസി ഓടിക്കയറുകയും ലോറി ഡ്രൈവറായിരുന്ന നാഗർകോവിൽ സ്വദേശി കേശവപിള്ള റോസിയെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് കേശവപിള്ള സ്വദേശത്തേക്ക് കൊണ്ടുപോകുകയും റോസിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ദളിതയെ വിവാഹം കഴിച്ചതിനാൽ കേശവപിള്ളയെയും റോസിയെയും വീട്ടുകാർ പുറത്താക്കി. തുടർന്ന് വടപളനിയിലെ ഓട്ടുപുരത്തെരുവിൽ വാടക വീടെടുത്താണ് അവർ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് റോസി രാജമ്മാളായി പുനർജനിച്ചു. 1987 വടപളനിയിലെ ഓട്ടുപുരത്തെരുവിലെ വാടക വീട്ടിൽ വെച്ച് 84-ാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു. അപ്പോൾ അത്രമാത്രം ജാതീയ ചിന്ത നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ്
ഇന്നത്തെ മലയാള സിനിമ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമ്മുടെ ചാനലിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.